വചനവുമായിട്ട് നിൽപ്പാൻ സ്വർഗത്തിലധികം ഒരുക്കുന്ന നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വചനം ഒരു പ്രസംഗമായിട്ട് നിങ്ങളിതിനെ കാണല്ലേ, കാരണം ഒരു പ്രസംഗം പ്രിപ്പയർ ചെയ്തിട്ടല്ല ഞാൻ വന്നിരിക്കുന്നത്. ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഈ പൊസിഷൻ ഇവിടെ ആയിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ആകുമ്പോൾ എല്ലാവരെയും കാണാൻ എനിക്ക്. നമ്മൾ ഉപവാസത്തോടായിരിക്കുന്ന ദിവസമാണല്ലോ, അന്നേരം ഉപവാസത്തെക്കുറിച്ച് ചില ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കിടുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ആധാരമാക്കി എടുക്കേണ്ട പുസ്തകം, അതായത് മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 9-ാമത്തെ അധ്യായത്തിൻ്റെ 14 തൊട്ട് യേശുവിനോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. എന്താണ്? യേശുവിൻ്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഉപവസിക്കുന്നില്ല? കാരണം എന്താണ്? യോഹന്നാൻ്റെ ശിഷ്യന്മാർ കണ്ടൊരു കാര്യമുണ്ട്. എന്താണ്? പരീശന്മാർ, അവരാണല്ലോ ന്യായപ്രമാണം ഒക്കെ അനുസരിച്ച് നടക്കുന്നത്. അന്നേരം അവർ ഉപവസിക്കുന്നുണ്ട്. അന്നേരം യേശുവിൻ്റെ ശിഷ്യന്മാർ എന്തുകൊണ്ട് ഉപവസിക്കുന്നില്ല? അന്ന് ഉപവാസം യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ബാധകമല്ലേ? അത് അല്ലെങ്കിൽ ഉപവാസം, ആ ചോദ്യം കൊണ്ട് പലതാകാം. അതായത് യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോളോ ചെയ്യുന്നില്ലേ ആകാം. രണ്ടാമത്തെ ചിന്ത, ഇത് അന്നേരം ഉപവസിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ? രണ്ട് ചിന്തയാണ് ഇവിടെ വരുന്നത്. ഒന്ന്, യേശുവിൻ്റെ ശിഷ്യന്മാർ അവർ നേരായ വഴിക്കല്ലേ നടക്കുന്നത്. രണ്ട്, അവർ നേരായ വഴിക്കാണ് നടക്കുന്നെങ്കിൽ ഉപവാസം എന്ന് പറയുന്ന കാര്യം ശരിയോ തെറ്റോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ വരുന്നത്. യേശു ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എന്താണ്? മണവാളൻ കൂടെ ഉള്ളപ്പോൾ ആരാണ്? തോഴന്മാരെന്താണ്? അവർ വിലപിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഒരു കാലം വരും, എന്താണ്? മണവാളൻ അവരെ പിരിഞ്ഞു പോകും, അന്ന് അവർ ഉപവസിക്കുമെന്നത്. യേശു ക്രിസ്തു കൂടെ ഉള്ളിടത്തോളം കാലം യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ഉപവസിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം എന്താണ്? യേശു ആണ് അവരെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്, അതായത് അവരെ നയിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് വേണ്ടിയിട്ട് മുന്നിൽ നിന്നത് യേശു ക്രിസ്തുവാണ്. പക്ഷെ യേശു ക്രിസ്തു അവരെ വിട്ടു പോകുന്ന ഒരു സമയം വരും, അന്ന് എന്താണ്? അവർ ഉപവസിക്കും. എന്താണ്? യേശു ക്രിസ്തു വിട്ടു പോകുമ്പോൾ അവർ ഉപവസിക്കേണ്ട കാര്യം എന്താണ്? അതായത് യേശു ക്രിസ്തു രണ്ടാമതൊരു വരവ് വരേണ്ട ആവശ്യമുണ്ട്. ആ വരവിന് വേണ്ടിയിട്ട് അവർ ഒരുങ്ങി നിൽക്കണം. ഉപവാസത്തോട് ഒരുങ്ങി നിൽക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഉപവസിക്കേണ്ടത്. എന്നാൽ ഈ പരീശന്മാരുടെ ഉപവാസത്തിന്റെ പ്രത്യേകത എന്തുവായിരുന്നു? അവർ ഉപവസിക്കുന്ന മറ്റുള്ളവരുടെ മുൻപാകെ അവർ നീതിമാനാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്? പ്രമാണമൊക്കെ അനുസരിച്ച്, ന്യായപ്രമാണത്തിനനുസരിച്ചൊക്കെ ഉപവസിച്ച കാര്യങ്ങളൊക്കെ ഉണ്ട്. പഴയ നിയമത്തിൽ പലവിധമായ ഉപവാസങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്നേരം ഇവരെന്താണ്? ഇവര് ഭയങ്കര ശ്രേഷ്ഠന്മാരാണ്, അല്ലെങ്കിൽ ഇവർ വിശുദ്ധന്മാരാണ്, ഇവർ ന്യായപ്രമാണത്തെ അനുസരിക്കുന്നവരാണ് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് ഇവർ ഉപവസിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ഇവരുടെ ശരിക്കും യേശു ക്രിസ്തു പറയുന്നുണ്ട്, ഉപവാസത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളെ തന്നെ നീതിമാനാന്ന് കാണിക്കാനോ അല്ലെങ്കിൽ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാവല്ല, മറിച്ച് കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെ നമ്മളെ തന്നെ ഒരുക്കി നിർത്തുവാനുള്ള ഒരു മാർഗമായിരിക്കണം ഉപവാസം. നമ്മുടെ ഇപ്പോഴും പലപ്പോഴും നമ്മുടെ ചിന്ത എന്താണ്? പഴയ നിയമത്തിൽ ഉപവാസം ഒക്കെ നടന്നിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയായിരുന്നു പഴയ നിയമത്തിൽ ഉപവാസമൊക്കെ നടന്നിട്ടുണ്ട്? അതായത് രാജ്യങ്ങൾ വെട്ടിപ്പിടിക്കുന്നതിന് മുമ്പേ ഉള്ള ഉപവാസങ്ങളും, നന്മകൾ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപവാസങ്ങളും, അല്ലെങ്കിൽ ഒരു യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ആലോചന ചോദിക്കാനുള്ള ഉപവാസങ്ങൾ. മോശ ഉപവാസം എടുത്തു എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ആ ന്യായപ്രമാണം കിട്ടാൻ, ആ കൽപ്പലക കിട്ടുന്നതിന് മുമ്പേ ഉള്ള ഒരുക്കത്തിന് വേണ്ടിയിട്ട്. പക്ഷെങ്കിൽ ഇപ്പോൾ എന്താണ്? ആ ന്യായപ്രമാണം എല്ലാം മാറിപ്പോയി. കാരണം എന്താണ്? യേശു എന്ന പ്രമാണമാണ് വന്നിരിക്കുന്നത്. അത് ഒരു പ്രമാണത്തിന് വേണ്ടി നീ ഉപവാസം ഇരിക്കേണ്ട ആവശ്യമില്ല. നീ നന്മയ്ക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ നന്മ പ്രാപിക്കുവാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ എന്തിനെ വെട്ടിപ്പിടിക്കുവാൻ, അതായത് ഭൂമിയിലുള്ള ഫിസിക്കലി ഉള്ള നിന്റെ ശത്രുവിനെ തകർക്കാൻ വേണ്ടിയിട്ട് നീ ഉപവാസം ഇരിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് എന്താണ്? ഒരു ആത്മീയ യുദ്ധക്കളത്തിലാണ് നീ നിൽക്കുന്നത്. കാരണം യേശു ക്രിസ്തു കൂടെ ഉള്ളപ്പോൾ നീ കുഴപ്പമില്ല, കാരണം ശിഷ്യന്മാരെല്ലാം പ്രൊട്ടക്റ്റഡ് ആണ്. പക്ഷെ യേശു ക്രിസ്തു പോകുന്ന ഒരു സമയത്ത് ഒരു അവസ്ഥ വരും. എന്താണ്? ശത്രുക്കൾ നിന്റെ മുൻപാകെ, അതായത് ശത്രു എന്ന് ഉദ്ദേശിക്കുന്നത് അന്നും കണ്ട സൈന്യങ്ങളോ ഒന്നുമല്ല, മറിച്ച് അതായത് സ്പിരിച്വൽ തലത്തിലുള്ള ഈവിൾ ഫോഴ്സസ് എന്താണ്? നിന്നെ തകർക്കാൻ വേണ്ടി മുന്നിട്ട് വരുമ്പോൾ, അതായത് നിന്റെ ആത്മീയ ഗതിയെ അതിൽ നിന്ന് മാറ്റിക്കളയാൻ വരുമ്പോഴത്തേന് അതിനെ എതിർത്ത് നിൽക്കുവാനുള്ള കൃപ ആർജിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഉപവാസം എടുക്കേണ്ടത്. അതാണ് അതായത് സ്പിരിച്വൽ മാൻ, ഒരു ആത്മീയ മനുഷ്യൻ ഉപവസിക്കേണ്ട വിഷയം ഏത് വിഷയത്തിലാണ്? അവൻ നന്മ പ്രാപിക്കാൻ, അതായത് ജോലി കിട്ടാൻ വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ കാറിൽ ലഭിക്കാൻ വേണ്ടിയിട്ടോ, വീട് കിട്ടാനോ, വിസ കിട്ടാനോ, അതിനൊന്നും ഉപവസിക്കുന്ന തെറ്റാന്നല്ല പറയുന്നത്. പക്ഷെങ്കിൽ ഒരു ആത്മീയ മനുഷ്യന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എന്താണ്? ശത്രുമണ്ഡലത്തെ തകർത്ത്, ഹല്ലേലൂയ, അവന്റെ മേലുള്ള അഭിഷേകത്തെ വ്യാപാരം ചെയ്യുവാൻ തക്കവണ്ണം, അവന്റെ മേലുള്ള കോളിംഗ് എന്തുവാന്ന് അതിനെ ഹല്ലേലൂയ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി
കർത്താവിന്റെ ദാസൻ പറഞ്ഞല്ലോ, അതായത് കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ ദൈവദാസൻ അവിടെ കിടന്നുറങ്ങിയപ്പോൾ നേരിട്ട് അല്ലെങ്കിൽ കണ്ട ഒരു ദർശനം എന്ന് പറയുന്നത്. ഇതേപോലെ നമ്മൾ ഓരോ സ്ഥലത്താക്കി വെക്കുമ്പോഴത്തേന് ആ ദേശത്തോട് പോരാടുന്ന അല്ലെങ്കിൽ പൈശാചിക മണ്ഡലമുണ്ട്. ഹല്ലേലൂയ. ആ മണ്ഡലത്തെ എല്ലാം ഭേദിച്ചു വേണം നമ്മുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നമ്മുടെ മേലുള്ള വിളി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളെ വിളിച്ചിരിക്കുന്ന വിളി അസാധാരണമായ ഒരു വിളിയാണ്. അത് UK എന്ന പട്ടണത്തിൽ നമ്മൾ സമ്പത്ത് കൊയ്യാൻ വേണ്ടിയിട്ടല്ല. സമ്പത്ത് കൊയ്യുന്നത് തെറ്റാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെങ്കിൽ അതിനേക്കാൾ ഉപരിയായിട്ട് UK പട്ടണത്തിൽ നശിച്ചു വന്ന ആത്മാക്കളെ വീണ്ടെടുക്കുവാൻ കർത്താവിന്റെ വരവിന് വേണ്ടിയിട്ട് ഒരുങ്ങുവാനുള്ളൊരു വിളിയാണ്. ആ വിളിക്ക് വേണ്ടിയിട്ട് വേണം ഒരു ആത്മീയൻ ഉപവസിക്കുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് സൂക്ഷിക്കാൻ പറ്റില്ല. കാരണം എന്താണ്, പരീശന്മാരുടെ ഉപവാസം എന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ അനുസരിച്ചുള്ളതാണ്. അത് പഴയ തുരുത്തിയായി മാറി. യേശുക്രിസ്തു വന്നതോടുകൂടി അത് പുതുവീഞ്ഞാണ്. ഈ പുതുവീഞ്ഞ് എന്താണ്, പഴയ തുരുത്തിയാണ്. അന്ന് നിന്റെ പഴയ സങ്കല്പം വെച്ചിട്ട് നീ ഉപവാസം ഇരുന്നിട്ട് കാര്യമില്ല. കാരണം എന്താണ്, പ്രമാണങ്ങൾ മാറിപ്പോയി. ഇവിടെ ഇത് പുതിയ നിയമമാണ്. ഇവിടെ യേശുക്രിസ്തു ആണ് വന്നിരിക്കുന്നത്, പ്രമാണമായി വന്നിരിക്കുന്നത്. യേശുക്രിസ്തുവിനെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നിന്റെ ഹൃദയത്തെ നീ പഴയതിൽ നിന്ന് പുതിയതിലേക്ക് മാറ്റണം. പുതിയതിലേക്ക് മാറ്റെങ്കിൽ മാത്രമേ ഉള്ളൂ ആ യേശുക്രിസ്തുവിന്റെ വിളിയെ നിനക്ക് തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. വിളിയെ തിരിച്ചറിയാത്തോടത്തോളം കാലം നമ്മൾ പരീശന്മാരെ പോലെ തന്നെ ഉപവസിച്ചുകൊണ്ട് പോകും. എന്താണ് പരീശന്മാർ ഉപവസിച്ചത്? സമ്പത്ത് നേടാനും കാഴ്ച ഓരോ വസ്തുക്കൾ നേടാനും അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടിയിട്ട്. ഈ അനുഗ്രഹം എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ് തെറ്റാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷെങ്കിൽ കർത്താവിന്റെ വചനം പറയുന്നുണ്ട്, മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ, അതോടുകൂടി ഈ കാര്യങ്ങളെല്ലാം നിനക്ക് കിട്ടും. അന്നേരം നീ അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല. മറിച്ച് നീ ഭാരപ്പെടേണ്ട ഒരു വിഷയം ഉണ്ടെന്ന് ദൈവരാജ്യത്തിന്റെ വിഷയത്തിലാണ്. ദൈവരാജ്യത്തിന്റെ വിഷയം കർത്താവ് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന ഉണ്ട്, ഹല്ലേലൂയ, നിന്റെ രാജ്യം ഭൂമിയിൽ വരണമേ എന്ന് ശിഷ്യന്മാരോട്. ആ രാജ്യം, കർത്താവിന്റെ രാജ്യം ഈ ഭൂമിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷെ അത് യാഥാർത്ഥ്യം, അതായത് നിഴലും പൊരുളും എന്നുള്ള പോലെ ഇപ്പൊ നിഴലാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് കർത്താവിന്റെ രാജ്യം, ദൈവത്തിന്റെ ഹിതം നടക്കുന്ന ഒരു സ്ഥലമാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ വസിക്കുന്ന ഒരു സമയമാണ്. അന്നേരം ഇവിടൊക്കെ നമ്മൾ നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എതിർത്ത് നിൽക്കേണ്ട ഒരു ശക്തിയുണ്ട്. ആ ശക്തിയെ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള കരുത്ത് ആർജിക്കാൻ വേണ്ടിയിട്ട് വേണം നമ്മുടെ ഉപവാസങ്ങൾ. ഓക്കെ, അന്നേരം ഉപവാസം എന്തിന് എന്നുള്ളൊരു വിഷയത്തെ നമ്മൾ കവർ ചെയ്ത് മുൻപോട്ട് ഞാൻ പോകുന്നു. കർത്താവായ യേശുക്രിസ്തു ഉപവാസത്തിന് ശേഷം കർത്താവ് യേശുക്രിസ്തു നേരിട്ട ചില കാര്യങ്ങൾ ആ ഒരു വിഷയത്തെ, അതായത് ഉപവസിക്കുന്ന എന്തിനാന്നുള്ള കാര്യം പറഞ്ഞു. ഇനി ഉപവസിച്ച് കഴിയുമ്പോഴത്തേനും നമ്മൾ നേരിടാൻ പോകുന്ന ചില വിഷയങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കെടുക്കാം മത്തായി എഴുതിയ സുവിശേഷം തന്നെ, അതിന്റെ 4-ാം അധ്യായം. അതിന്റെ 4-ാം അധ്യായത്തിൽ യേശുക്രിസ്തു നേരിട്ട 3 പരീക്ഷണങ്ങൾ നമുക്കറിയാലോ. ഏതൊക്കെ വിഷയത്തിലാണ്? അതായത് ഒന്ന് വായിക്കാം. അതായത് 4-ന്റെ 3-ാമത്തെ വാക്യം മുതൽ ഒന്ന് വായിച്ചോട്ടെ. ഓക്കെ, മുൻപോട്ട്. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക, നിന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മതി. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഈ കല്ലിനോട് കൽപ്പിക്കാതെ അപ്പമായി തീരും. കാരണം എന്താണ്? യേശുക്രിസ്തു ഉപവാസം കഴിഞ്ഞ് അല്ലെങ്കിൽ ഉപവാസത്തിൽ വിശന്നിരിക്കുന്ന ഒരു അനുഭവത്തിലാണ് കടന്നു പോകുന്നത്. അന്നേരം ഈ ടെംപ്റ്റർ, അതായത് പരീക്ഷകൻ എന്ന് പറയുന്ന സാത്താൻ വന്നിട്ട് യേശുക്രിസ്തുവിനോട് പറയുന്നുണ്ട്, നീ ദൈവത്തിന്റെ പുത്രനാണ്. ദൈവത്തിന്റെ പുത്രൻ എന്നുള്ളൊരു കൺസെപ്റ്റ് എവിടുന്ന് കിട്ടി? യേശുക്രിസ്തു സ്നാനപ്പെട്ട് ഇറങ്ങി വരുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടാകുന്നു, ഇതെന്റെ പ്രിയ പുത്രൻ. അന്നേരം അവിടെ കേട്ട ശബ്ദം, അന്നേരം അവിടെ നീ ദൈവത്തിന്റെ പുത്രനാണെന്ന് നീ ഒരു ശബ്ദം കേട്ടല്ലോ, നീ തെളിയിക്കും നീ ദൈവത്തിന്റെ പുത്രനാണ്. സാത്താൻ കാരണം സാത്താൻ എപ്പോഴും എന്താണ്, ഒരു മാനിപ്പുലേറ്റർ ആണ്. നമ്മുടെ മനസ്സിനെ വെച്ച് കളിച്ച് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതല്ലെങ്കിൽ ആ ഒരു ഇതാണ്, ക്യാരക്ടറാണ് സാത്താനുള്ളത്. കാരണം എന്താണ്? സാത്താൻ ഫിസിക്കലി നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പക്ഷേ നമ്മുടെ മനസ്സിനെ തിരിച്ചു കളഞ്ഞിട്ട് നമ്മുടെ ദൗത്യത്തിൽ നിന്ന് നമ്മളെ വേർതിരിച്ചു കളയുക, അതാണ് പിശാചിന്റെ തന്ത്രം. അതേ അവന് കഴിയത്തുള്ളൂ. കാരണം ഫിസിക്കലി നമ്മളെ ഒന്നും ഉപദ്രവിക്കാൻ പറ്റില്ലല്ലോ. ഒരു സാത്താൻ ഒരു വാളും പിടിച്ചോണ്ടൊന്നും നമ്മുടെ കൊങ്ങായി കയറി പിടിക്കുകയൊന്നും ചെയ്യത്തില്ല. പക്ഷെ അതിനുള്ള ശക്തി അവനില്ല. പക്ഷെങ്കിൽ നമ്മുടെ മനസ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനുള്ള ഒരു പവറാണ്. അതാണ് ഏദൻ തോട്ടത്തിൽ സംഭവിച്ചത്. എവിടാണ്? ഹവ്വയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞത്, ശരിക്കും ദൈവം നിന്നോട് ഇങ്ങനെ കൽപ്പിച്ച് ഇത് കഴിക്കല്ല. അതായത് സംശയം കൊണ്ടിടുക, നമ്മുടെ ജീവിതത്തിൽ സംശയം കൊണ്ടിടുക, നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പ്രഭോഗം, അതായത് നമ്മളെ കൂടുതൽ
നമ്മൾ എന്താണ് വേണ്ടാത്തൊരു കാര്യം ചെയ്യാൻ വേണ്ടി ഉത്സാഹം തരുക. അതാണ് പിശാചിന്റെ കാര്യം. കാരണം എന്താ? ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് മാറ്റണം നമ്മളെ. അതുകൊണ്ടാണ് ആദ്യത്തെ ചോദ്യം വരുന്നത് എന്താണ്? അത് നീ ദൈവപുത്രൻ എങ്കിൽ എന്താണ് ഈ കല്ലിനോടൊപ്പമായി തീരുക. അവിടെ യേശുവിന് ഫിസിക്കൽ നീഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ആ ഫിസിക്കൽ നീഡിനെ മുന്നിൽ കണ്ടോണ്ടല്ല യേശു ക്രിസ്തു മറുപടി പറഞ്ഞു. മറിച്ച് എന്താണ്? വചനം എടുത്ത്. കാരണം ഇന്ന് രാവിലെ നമ്മൾ കേട്ടു എന്താണ്? വചനം വാളായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത്. അത് നമ്മുടെ ഒരു സ്പിരിച്വൽ മാനിന്റെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് വചനമാണ്. കാരണം എന്താണ്? അവൻ പൊരുതേണ്ടിയ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ വേൾഡിലല്ല അവന്റെ ഫൈറ്റ് നടക്കുന്നത്. പക്ഷെ എന്താണ്? സ്പിരിച്വൽ വേൾഡിലാണ് നടക്കുന്നത്. സ്പിരിച്വൽ വേൾഡിൽ നടക്കണമെങ്കിൽ വചനം എന്ന ആയുധം തന്നെ നമുക്ക് വേണം. രണ്ടാമത്തെ ഭാഗത്തേക്ക് വരുമ്പോഴെന്താണ്? അവൻ വിശുദ്ധ നഗരത്തിന്റെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയിട്ട് ഇവിടുന്ന് എടുത്ത് ചാടിക്കോളാൻ പറയുകയാണ്. അവിടെയും പിശാചിന്റെ തന്ത്രം എന്താണെന്ന് അറിയാമോ? കാരണം ഇതൊക്കെ നടക്കുന്ന ഈ പരീക്ഷണങ്ങൾ നടന്നത് യേശു ക്രിസ്തു 30 വയസ്സിന് ശേഷമാണ് എന്താണ് ശുശ്രൂഷയിലേക്ക് ഇറങ്ങുന്നത്. അതിനു മുമ്പ് പിശാചിന് യാതൊരു പരീക്ഷയുമില്ലായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്പിരിച്വലി ദൈവം നമ്മളെ ഒരു കാര്യത്തിന് വേണ്ടി അനോയിന്റ് ചെയ്ത് മുന്നോട്ട് ഇറക്കിയോ അന്നേരമാണ് നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണം വരുന്നത്. അതുവരെ പിശാചിന് യാതൊരു കുഴപ്പമില്ല നിന്നെ കൊണ്ട്. കാരണം എന്താണ്? നീ എങ്ങനെ പോയാലും പിശാചിന് യാതൊരു കുഴപ്പമില്ല. പക്ഷെങ്കിൽ നിന്റെ മേലൊരു ദൗത്യം വീണിട്ടുണ്ടെങ്കിൽ ആ ദൗത്യത്തിൽ നിന്ന് പിന്മാറ്റുക എന്നാണ് അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അത് അന്നേരമാണ് പരീക്ഷണങ്ങൾ തുടങ്ങുന്നത്. അതുവരെ യാതൊരു കുഴപ്പം കാണുന്നത്. അന്ന് നമ്മൾ വിചാരിക്കുക എന്ത് സുഖം, എന്നാൽ പിന്നെ മര്യാദയ്ക്ക് നടക്കാതിരുന്നപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ദൗത്യം ലഭിക്കാതിരുന്ന എനിക്ക് സുഖമായിട്ട് പോകാമല്ലോ എന്ന്. പക്ഷെ നീ അങ്ങനെ സുഖമായിട്ട് പോകാൻ വേണ്ടിയിട്ടല്ല ഇവിടെ നിന്നെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. കർത്താവിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്ത് ചില ഇതിനൊക്കെ ഹല്ലേലൂയ സ്തോത്രം പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും ആക്കി വെച്ചിരിക്കുന്നത്. അല്ലാതെ ചുമ്മാ ഹല്ലേലൂയ സ്തോത്രം UK വന്നിട്ട് കുറച്ച് ഹല്ലേലൂയ എക്സ്ട്രാ ഷിഫ്റ്റുകളൊക്കെ എടുത്തിട്ട് നീ വീടും വലുതും ഒക്കെ വാങ്ങിച്ചിട്ട് നിന്റെ ആത്മാവിനെ അങ്ങനെ കൊണ്ട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ചില ദൗത്യങ്ങളുണ്ട്. ആ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ് നിന്നെ വിളിച്ച് വേർതിരിച്ചയക്കുന്നത്. അന്നേരം ആ ദൗത്യത്തിന് വേണ്ടി വിളിച്ച് വേർതിരിക്കുമ്പോൾ നീ ആ ദൗത്യത്തിന് വേണ്ടിയിട്ട് ഉറച്ചു നിൽക്കാനുള്ള കൃപ നിന്റെ മേൽ വേണം. ഹല്ലേലൂയ സ്തോത്രം. നിനക്കെതിരെ വരുന്ന ശത്രുവിന്റെ പരീക്ഷണങ്ങളെ മനസ്സിലാക്കാനുള്ള ഹല്ലേലൂയ അകക്കണ്ണുകൾ ഹല്ലേലൂയ തുറക്കേണ്ട ആവശ്യമുണ്ട്. ഹല്ലേലൂയ ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നവരെ പോലെ ആയി തീരല്ല. ഹല്ലേലൂയ ഓരോരുത്തരും അവരവന്റെ ദൗത്യം മനസ്സിലാക്കി കൊടുക്കുക. ഓരോരുത്തരും അവനവന്റെ വിളി എന്തെന്ന് മനസ്സിലാക്കി കൊള്ളുക. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഇവിടെ ഉയർന്ന മലയിൽ ചെന്നിട്ട് പറയുന്നു എന്താണ്? നീ ഇവിടുന്ന് എടുത്ത് ചാട്. ഹല്ലേലൂയ ദൂതന്മാർ വന്ന് നിന്നെ രക്ഷിച്ചോളും. ഇവിടെ രണ്ട് കാര്യമാണ് നടക്കാൻ പോകുന്നത്. ഒന്ന് ഹല്ലേലൂയ എടുത്ത് ചാടുമ്പോൾ ഹല്ലേലൂയ ഇവനെ വാക്ക് കേട്ടിട്ട് എടുത്ത് ചാടുമ്പോൾ ഒന്നെങ്കിൽ യേശുവിന് അവിടെ മരണം സംഭവിക്കും. കാരണം എന്താണ്? ദൂതന്മാർ വന്നില്ലെങ്കിൽ അവിടെ മരിക്കും. മരിച്ചോടുകൂടി എന്താ സംഭവിക്കാൻ പോകുന്നത്? ആ യേശു ക്രിസ്തുവിൻ മേലുള്ള ദൗത്യം എന്തായിരുന്നു? ദൗത്യം ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ ഈ ജനങ്ങളുടെ വീണ്ടെടുപ്പ്, നശിച്ചു പോകുന്ന ജനങ്ങളുടെ വീണ്ടെടുപ്പാണ് കർത്താവിന്റെ ദൗത്യം. ആ ദൗത്യത്തിൽ നിന്ന് ഹല്ലേലൂയ ആ കർത്താവിനെ അവിടെ നിന്ന് ഒഴിവാക്കി വിടുക. അല്ലെങ്കിൽ മരണം സംഭവിക്കുന്നതോടുകൂടി അതോടുകൂടി ആ പ്ലാൻ എല്ലാം നിന്നു പോവാണ് ചെയ്യുന്നത്. അന്നേരം ഒന്നെങ്കിൽ അത് സംഭവിക്കണം, അല്ലെങ്കിൽ ദൂതന്മാർ വന്നു കഴിഞ്ഞാൽ ഉള്ള കുഴപ്പം എന്താണെന്നറിയാമോ? സാത്താൻ പിന്നെ ദൈവത്തിന്റെ അടുത്ത് നിന്നിട്ട് പറയും, ഇതാണോ നീ ലോകത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി അയച്ചവൻ? ഇവൻ എൻ്റെ വാക്കും കേട്ടിട്ട് ഈ മലയുടെ മുകളിൽ നിന്ന് എടുത്ത് ചാടിയവനാണ്. ഇവനെ നീ എങ്ങനെ ഈ ദൗത്യത്തിന് വേണ്ടി ഏൽപ്പിച്ചു? കാരണം അങ്ങനെ ചോദിക്കത്തില്ലെന്ന് ഉറപ്പുണ്ട്. യോശുവയുടെ മുഷിഞ്ഞ വസ്ത്രത്തെ ചൊല്ലി അല്ലെ സാത്താൻ അവിടെ പ്രതിവാദിച്ചെങ്കിൽ ഇവിടെ അതിനേക്കാൾ വലിയ ദൗത്യമായി വന്നിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ചൊല്ലി വാദിക്കാൻ പിശാച് ചെല്ലത്തില്ല? ചെല്ലും, തീർച്ചയായിട്ടും ചെല്ലും. അന്നേരം അവന്റെ ലക്ഷ്യം ഇതേ ഉള്ളൂ, ഒന്നെങ്കിൽ യേശു മരണപ്പെടണം, അല്ലെങ്കിൽ ഇവൻ ചെയ്ത ഈ പ്രവൃത്തി നിമിത്തം ഇവനെതിരെ നിൽക്കണം. ആ ഒരു ദൗത്യത്തോടു കൂടിയാണ് എന്താണ് ആ മലയുടെ മുകളിൽ ചെന്ന് അവിടെയും യേശു ക്രിസ്തു വചനം വെച്ചാണ് പോരാടിയത്. ഇത് രണ്ടും, അതായത് യേശു ക്രിസ്തു അല്ലെങ്കിൽ ഈ ദൈവപുത്രനാന്ന് നമ്മളെ പലപ്പോഴും ഇതല്ല, നമുക്ക് പലപ്പോഴും ഓരോ വാഗ്ദത്തങ്ങൾ കിട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മേൽ ഒരു അനോയിന്റിങ് വീണ് കഴിയുമ്പോഴത്തേന് പിശാച് നമ്മുടെ പുറകെ വരും. നിന്റെ മേൽ അനോയിന്റ് വീണോ, ഒന്ന് പ്രൂവ് ചെയ്ത് കാണിച്ച്. അതായത് നമ്മളെന്താ മാനുഷികമായ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? അത് പ്രൂവ് ചെയ്യാൻ നോക്കും. ആഹാ സാത്താൻ അത്രയ്ക്കാ, എന്നാ പിന്നെ ഞാൻ ഇപ്പൊ പ്രൂവ് ചെയ്ത് കാണിക്കാം. കാരണം എന്താ? നമ്മുടെ മേലുള്ള കോളിംഗ് സാത്താനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റാനാണ് നമ്മുടെ മേലുള്ള കോളിംഗ്. അവൻ പല തന്ത്രവുമായിട്ട് വരും, അവനെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ പ്രൂവ് ചെയ്യേണ്ട കർത്താവായ യേശു ക്രിസ്തുവിന്റെ മുൻപാകെയാണ്. എന്താണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? നമ്മൾ വിശ്വസ്ത ദാസനാന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. നമ്മളെ വിളിച്ച വിളിക്കനുസരിച്ച് നമ്മൾ നിൽക്കുന്നുണ്ടോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അല്ലെ സാത്താൻ പലതുമായി, സാത്താനുമായിട്ട് യാതൊരു കണക്ഷനും നമുക്കില്ല. അവനെ യാതൊന്നും കാര്യം നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് ഓർത്ത് നമ്മൾ ഒരിക്കലും ഭാരപ്പെടേണ്ട. എങ്ങനെ സാത്താനെ നമ്മൾ ഹല്ലേലൂയ സ്തോത്രം അവന്റെ മുൻപേ നമുക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും? അതല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ന്യായാസനത്തിന്റെ മുൻപാകെ നിൽക്കുമ്പോൾ നമ്മൾ കണക്ക് കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെ ഓർത്താണ് നമ്മൾ ഭാരപ്പെടേണ്ടത്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത ഭാഗത്തേക്ക് വരാം. പിന്നെന്താണ് പറയുന്നത്? ഈ മൂന്നാമത്തെ
മതി. അന്നേരം അവിടെ യേശുക്രിസ്തു എന്താണ് യേശുക്രിസ്തുവിനോട് പറയുന്നത്? വീണ് നമസ്കരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം എന്നാണ് പറയുന്നത്. യേശുക്രിസ്തു മറിച്ചൊരു വാക്യം പറഞ്ഞില്ല, എന്നെ വിട്ടുപോകാനേ പറഞ്ഞുള്ളൂ. യേശുക്രിസ്തുവിന് അധികാരം അന്നേരം. പക്ഷേങ്കിൽ അന്നേരം നമ്മൾ വിചാരിക്കും എന്തുകൊണ്ട് യേശുക്രിസ്തു, നമ്മുടെ മനസ്സിൽ എന്താണ്, യേശുക്രിസ്തുവിന് സകലത്തിന്മേലും അധികാരമുണ്ട്. അന്നേരം ഈ സാത്താൻ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കാണ് ഇതിന്മേലെല്ലാം അധികാരം ലഭിച്ചിരിക്കുന്നത്. അന്ന് ഇതെന്തുകൊണ്ട് അങ്ങനെ? യേശുക്രിസ്തുവിനല്ലേ ശരിക്കുള്ള അധികാരം എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷെങ്കിൽ ഇവിടെ നമുക്ക് നമുക്ക് ഈ മത്തായി സുവിശേഷം തന്നെ അതിൻ്റെ അവസാനത്തെ അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. 28-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 18-ാമത്തെ വാക്യം. യേശു അടുത്ത് ചെന്നു, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഇതെപ്പോഴാണ് യേശുക്രിസ്തു പറയുന്നത്? യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് ശേഷമാണ് പറയുന്നത്. കാരണം എന്താണ്? അതിനു മുമ്പ് യേശുക്രിസ്തു ദൈവിക ഭാവം ഉണ്ടായിരുന്നെങ്കിലും ദൈവിക അധികാരങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. കാരണം എന്താണ്? യേശുക്രിസ്തു അതെല്ലാം പിതാവിൽ നിന്ന്, കാരണം യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളെല്ലാം അതാണ് പിതാവിൽ നിന്ന് ചോദിച്ച്. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പോലെ കർത്താവിനോട് പ്രാർത്ഥിച്ച് നമ്മൾ ഹീലിംഗ് മിനിസ്ട്രി ചെയ്യുന്ന പോലെ, കർത്താവിനോട് പ്രാർത്ഥിച്ച് പ്രൊഫറ്റിക് മിനിസ്ട്രി ചെയ്യുന്ന പോലെ ദൈവത്തോടുള്ള ബന്ധത്തിലായിരുന്നു അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. യേശുവിന് ആ ഒരു എന്താ പറയുന്ന ഡിവൈൻ പവർ അന്നേരത്തേക്ക് എക്സസൈസ് ചെയ്തിട്ടില്ല. അത് മനുഷ്യനെ പോലെയാണ് വന്നത്, മനുഷ്യനെ പോലെ തന്നെ ജീവിച്ചു, മനുഷ്യനെ പോലെ തന്നെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എപ്പോഴും നിലനിന്നു. പക്ഷേ എന്താണ്? ക്രൂശീകരണത്തിന് ശേഷമാണ് യേശുക്രിസ്തുവിന് അതായത് ഭൂമിയിലും സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും ലഭിക്കാൻ കാരണമായി തീർന്നത്. അന്നേരമാണ് യേശുവിന് ആ പവർ ലഭിക്കുന്നത്. അതുവരെ പവറില്ല. അതുകൊണ്ടാണ് സാത്താൻ ചെല്ലുന്നത്. എന്താണ്? ഇതൊക്കെ എൻ്റെ അധീനതയിലുള്ളതെന്ന് പറയാൻ കാരണം എന്താണ്? അവിടെ യേശുവിന് പവർ കൊടുത്തിട്ടില്ല. പക്ഷെങ്കിൽ അവിടെ യേശുക്രിസ്തുവിന്റെ പവറിലേക്ക് വന്നത് എപ്പോഴാണ്? ആ ക്രൂശീകരണം. ഈ ക്രൂശീകരണത്തിലേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളുമാണ് സാത്താൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്താ? ഈ ക്രൂശീകരണം നടന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സാത്താന്റെ പദ്ധതികളെല്ലാം പൊളിവാണ്. സാത്താന്റെ കയ്യിൽ നിന്ന് ഈ അധികാരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. ഈ അധികാരങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളുമാണ് സാത്താൻ പയറ്റിക്കൊണ്ടിരുന്നത്. അതാണ് ഈ പരീക്ഷകന്റെ രൂപത്തിൽ വന്നത്. അന്നേരം സാത്താൻ വിട്ടുപോയി. പക്ഷെ പിന്നീട് സാത്താൻ എപ്പോഴാണ് പിന്നെ വരുന്നത്? യേശുക്രിസ്തു ക്രൂശീകരണത്തെ കുറിച്ച് പറയുമ്പോഴത്തേനാണ് പത്രോസ് പറയുന്നത്, അയ്യോ കർത്താവേ, നിനക്കത് സംഭവിക്കല്ലെന്ന്. യേശുക്രിസ്തു വിവേചിക്കുന്ന ഒരു കാര്യമുണ്ട്, സാത്താനെ നീ എന്നെ വിട്ടുപോകും. കാരണം എന്താണ്? സാത്താന്റെ ലക്ഷ്യം ഇതായിരുന്നു, ക്രൂശീകരണം നടക്കല്ല. കാരണം ക്രൂശീകരണം നടന്നു കഴിഞ്ഞാൽ നമ്മളെ പോലുള്ളവരൊക്കെ കർത്താവിന്റെ ഹല്ലേലൂയ സ്തോത്രം മക്കളായി തീരും. ഹല്ലേലൂയ സ്തോത്രം. അവന്റെ കൈപ്പിടിയിൽ നിന്ന് നമ്മൾ ഹല്ലേലൂയ ഊരിപ്പോകും. ഇതൊന്നും നടക്കല്ലെന്നുള്ളൊരു ചിന്തയിലാണ് എന്താണ് പറയുന്നത്, ഹല്ലേലൂയ ക്രൂശീകരണം നടക്കല്ലെന്നുള്ള ചിന്തയിലാണ് സാത്താൻ ഇതെല്ലാം പരീക്ഷണങ്ങൾ കൊണ്ടിട്ട്. പക്ഷെ എന്താണ്? ക്രൂശീകരണം നടന്നതോടുകൂടി ഹല്ലേലൂയ ആ ക്രൂശിൽ അവന്റെ തലയെ തകർത്തോടുകൂടി ഹല്ലേലൂയ സാത്താന്റെ എല്ലാ കഴിവുകളും അല്ലെങ്കിൽ അവന്റെ എല്ലാ അധികാരങ്ങളും ഹല്ലേലൂയ യേശുക്രിസ്തു പിടിച്ചെടുത്തു. ഹല്ലേലൂയ. യേശുക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്, സ്വർഗത്തിലും ഭൂമിക്കും മേൽ ഹല്ലേലൂയ എനിക്ക് അധികാരം ലഭിച്ചിരിക്കുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. നമ്മൾ ഈ ദിവസങ്ങൾ ഹല്ലേലൂയ നമ്മുടെ നിയോഗം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ആരെയാണ് സേവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. സകലത്തിന്മേലും അധികാരമുള്ള യേശുക്രിസ്തു. ഹല്ലേലൂയ. ആ യേശുക്രിസ്തുവിനാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം 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 സ്തോത്രം. പലപ്പോഴും നമ്മുടെ മേലുള്ള അധികാരം, നമ്മുടെ മേലുള്ള നിയോഗം നമുക്ക് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഹല്ലേലൂയ ശത്രുവിന്റെ അധീനതയിൽ കിടക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് നീ തിരിച്ചറിയുക, ഹല്ലേലൂയ, നീ ശത്രുവിന്റെ ഹല്ലേലൂയ അധീനതയിൽ കിടക്കേണ്ടിയവനല്ല. നിന്റെ മേലുള്ള വിളി അതിനുള്ളതല്ല. ഹല്ലേലൂയ. ഇതിനെ എല്ലാം ജയിച്ചവൻ ഒരുത്തനുണ്ട്. ഹല്ലേലൂയ. അത് യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആ യേശു ക്രിസ്തുവിന്റെ ഹല്ലേലൂയ രക്തത്താൽ ഹല്ലേലൂയ വീണ്ടെടുക്കപ്പെട്ട പൈതലാണ് ഞാൻ. ഹല്ലേലൂയ. ഞാൻ സാത്താന്റെ അധീനതയിൽ കിടക്കേണ്ടിയവനല്ല. ഹല്ലേലൂയ. ആ ബോധ്യം, ആ തിരിച്ചറിവുണ്ടാവട്ടെ. ഞാൻ പിന്നെ ഹല്ലേലൂയ പുറമോട്ടൊന്ന് പോട്ടെ. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. നമ്മൾ ചിന്തിച്ച് ഞാൻ ഒരു ദിവസം ചർച്ചിൽ പറഞ്ഞൊരു കാര്യം, 1 ശമൂവേൽ 16 ദാവീദിന്റെ വിഷയമാണ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ദാവീദിന്മേൽ ഒരു വിളി വന്നു. ഹല്ലേലൂയ. ശമൂവേലാണ് ദാവീദിനെ എന്താണ് അഭിഷേകം ചെയ്യുന്നത്. ശമൂവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോഴത്തേന് 1 ശമൂവേൽ 16:7 വാക്യം ഒന്ന് വായിക്കാമോ? ആ, തൊട്ട് മുന്നത്തെ വാക്യം കൂടെ വായിച്ചു. അവർ വന്നപ്പോൾ അവൻ ഏലിയാവിനെ കണ്ടിട്ട് യഹോവയുടെ മുമ്പാകെ അവന്റെ അഭിഷിക്തൻ ഇതാ എന്ന് പറഞ്ഞു. യഹോവ ശമൂവേലിനോട്, അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിന് നോക്കുന്നു, കണ്ണിന് കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു എന്ന് അരുളിച്ചെയ്തു. മതി. അത് ഏലിയാവിന്റെ പൊക്കം കണ്ടിട്ട് ശമൂവേൽ വിചാരിച്ചു, ഇവനാണ് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലിന്റെ ഇനി
വരാൻ പോകുന്ന രാജാവ് എന്നത്. കാരണം എന്താണ്? പൊക്കവും ഉയരവും ഒക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് വെച്ചിട്ട് ഇവൻ പെർഫെക്റ്റ് ആണെന്ന് ശമൂവേലിന് തോന്നി. പക്ഷേ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പൊക്കമോ വണ്ണമോ അപ്പിയറൻസോ ഒന്നും നോക്കുന്നവനല്ല. ഹല്ലേലൂയ സ്തോത്രം. ഞാൻ ഹൃദയത്തെയാണ് നോക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. ഈ ദിവസങ്ങൾ നമ്മുടെ പൊക്കമോ നമ്മുടെ കഴിവോ നോക്കിയിട്ടല്ല നമ്മൾ കർത്താവിന്റെ മക്കളായി തീർന്നത്. നമ്മളെക്കാൾ യോഗ്യന്മാർ പലരും ഉണ്ടായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ദൗത്യത്തിന് വേണ്ടിയിട്ട്, ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ട് നമ്മളെ തെരഞ്ഞെടുത്തത് നമ്മുടെ അപ്പിയറൻസ് ഒന്നും നോക്കാതാണ്. ഹല്ലേലൂയ. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ദാവീദാണ് എന്തുവാണ്, ഹല്ലേലൂയ, ഗോലിയാത്ത് വന്ന് മുന്നിൽ ആർത്തു വിളിച്ചപ്പോൾ ഹല്ലേലൂയ മുന്നിൽ ആ കവണയുമായിട്ട് ചെന്ന് നിൽക്കാനുള്ള ആ ധൈര്യമുണ്ട്. കാരണം എന്തുവാണ്, ദാവീദിന്മേൽ വീണിരിക്കുന്ന അഭിഷേകം ഫിസിക്കൽ അപ്പിയറൻസ് ഒന്നും നോക്കാതെ, ഹല്ലേലൂയ, പൊക്കമോ വണ്ണമോ ഒന്നും നോക്കാതെ, അതിലൊന്നും ആശ്രയിക്കാത്ത ഒരു അഭിഷേകമായിരുന്നു എന്താണ് ദാവീദിന്മേൽ വീണത്. അതുകൊണ്ട് തന്നെ ഗോലിയാത്തിന്റെ ഹൈറ്റ് എത്ര ഉണ്ടായത്? ഇന്നാൾ നെറ്റിൽ നോക്കിയപ്പോൾ ആരോ പറഞ്ഞു കേട്ടും 8 or 9 അടിയുള്ളൊരു വ്യക്തിയാണ്. ദാവീദിന്റെ പ്രായം എന്ന് പറഞ്ഞാൽ ടീനേജ് പ്രായമാണ്. അന്നേരം നമുക്ക് ആ ഹൈറ്റ് ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുക. അത് ദാവീദിന്മേൽ വീണിരിക്കുന്ന അഭിഷേകം എന്ന് പറയുന്നത് പൊക്കത്തെ ആശ്രയിക്കാത്ത ഒരു അഭിഷേകമാണ്. അതുകൊണ്ടാണ് എന്താണ്, ആ അഭിഷേകം ഉള്ളവൻ പൊക്കത്തെ ഉള്ളവനെ പൊക്കമുള്ളവനെ നോക്കി അവൻ ഭയപ്പെടത്തില്ല. കാരണം എന്താണ്, അവന്റെ മേലുള്ള അഭിഷേകം ഒരിക്കലും പൊക്കത്തെ ആശ്രയിച്ചിട്ടല്ല, ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ആ കൃപ എന്ന് ചൊരിയുമ്പോൾ പൊക്കം ഒരു വിഷയമാവത്തില്ല. ഹല്ലേലൂയ. നിന്റെ മുന്നിൽ നിൽക്കുന്ന ശത്രുവിന്റെ ഹല്ലേലൂയ നീളവും വലുപ്പവും വീതിയുമല്ല വിഷയം. കാരണം നിന്റെ മേലും വീണിരിക്കുന്ന അഭിഷേകം അതിനേക്കാൾ വലുതാണ്. ഹല്ലേലൂയ. അതൊരു പൊക്കത്തിൽ ഹല്ലേലൂയ ഒരു ഫിസിക്കൽ അപ്പിയറൻസിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല നിന്റെ അഭിഷേകം. നിന്റെ അഭിഷേകം എന്ന് പറയുന്ന സകലത്തെയും ഹല്ലേലൂയ കവിയുന്ന ഒരു അഭിഷേകമാണ്. ഏത് വലിയ ശത്രു മുന്നിൽ നിന്നാലും അതിനെ തകർക്കുവാൻ കേൾപ്പുള്ള ഒരു അഭിഷേകമാണ് നിന്റെ മേൽ പകർന്നിരിക്കുന്നത്. ആ അഭിഷേകത്തെ തിരിച്ചറിഞ്ഞ ദാവീദാണ് എന്തുവാണ് ഗോലിയാത്തിന്മേൽ ഹല്ലേലൂയ സ്തോത്രം കവണയെടുത്ത് എറിയുവാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ കൈയെടുത്ത് ഉയർത്തിയത്. ഹല്ലേലൂയ. ദാവീദ് ആ നിയോഗത്തെ പറ്റി നല്ല ബോധ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ. കാരണം ആ ഗോലിയാത്ത് വരാൻ കാരണം എന്താണെന്നറിയാമോ? സാധാരണ ഒരു വ്യക്തി വരുവാണെങ്കിൽ ദാവീദിന് അവസരം കിട്ടത്തില്ല. ദാവീദിന് അവസരം കിട്ടണമെങ്കിൽ എന്താണ്, സാധാരണക്കാർക്ക് നേരിടാൻ പറ്റാത്ത ഒരു വ്യക്തി മുന്നിൽ വന്നെങ്കിൽ മാത്രമേ ദാവീദിന് ആ ഒരു അവസരം കിട്ടത്തുള്ളൂ. കാരണം എന്താണ്, ദാവീദിന്റെ ജോലി എന്താണ്, ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ജോലിയാണ്. അവനെ പിടിച്ച് ശത്രുവിനെ നേരിടാൻ വേണ്ടിയിട്ട് അവനെ മുന്നിൽ ആരും നിർത്തത്തില്ല, അവനൊരു അവസരം കിട്ടത്തില്ല. പക്ഷെ എന്താണ്, ഇസ്രായേലിലെ സൈന്യത്തിന് ആർക്കും ഈ ഗോലിയാത്തിനെ നേരിടാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോഴാണ് ദാവീദിന് ആ ഒരു അവസരം മുന്നോട്ട് വന്നത്. ദാവീദിന് വീണ് കിട്ടിയ ഒരു അവസരം നമുക്ക് വേണേൽ പറയാം. ദാവീദിന്മേലുള്ള അഭിഷേകം എന്താണ്, അവനെ രാജാവാക്കും എന്നാണ്. അത് ദാവീദിനെ രാജാവാക്കണമെങ്കിൽ ദാവീദ് രാജ കൊട്ടാരത്തിന് ഉള്ളിലേക്ക് കയറണം. അവനൊരു അവസരം കിട്ടണം. അന്നേരം ഇവന്റെ ഈ പ്രായം, ഇവന്റെ ഈ പൊക്കം വെച്ചിട്ട് അവന് ആ രാജകൊട്ടാരത്തിലേക്ക് എൻട്രി കിട്ടത്തില്ല. അവന് എൻട്രി കിട്ടണമെങ്കിൽ എന്താണ്, അവൻ അസാധാരണമായത് വല്ലതും ചെയ്യണം. അസാധാരണമായത് വല്ലതും ചെയ്യണമെങ്കിൽ അസാധാരണമായ ഒരു ശത്രു അവന്റെ മുന്നിൽ വരണം. ഹല്ലേലൂയ. നമ്മുടെ മുന്നിൽ നമുക്ക് അസാധാരണമായ ഒരു വിളി ഉണ്ടെങ്കിൽ ഹല്ലേലൂയ ചില അസാധാരണമായ ശത്രുവിനെ നോക്കി ഹല്ലേലൂയ നമുക്ക് അതിനെ നേരെ ഹല്ലേലൂയ മുൻപോട്ട് പ്രൊസീഡ് ചെയ്യാനുള്ള കൃപ നമുക്ക് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. കാരണം നമ്മൾക്ക് ഹല്ലേലൂയ ഈ ദേശത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് നമ്മളെ ഇവിടെ ആക്കിയെങ്കിൽ ഹല്ലേലൂയ അതിനനുസരിച്ചുള്ള ശത്രു നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോൾ അതിനെ ഹല്ലേലൂയ എതിർത്ത് നിൽക്കാനുള്ള കൃപ നമ്മൾ ആർജിക്കണം. ഹല്ലേലൂയ. അതാണ് നമ്മുടെ വിളി. ഹല്ലേലൂയ. ദാവീദ് അതിനു മുമ്പ് കൊട്ടാരത്തിൽ ചെന്നിട്ടുണ്ട്. എന്തിനാ കൊട്ടാരത്തിൽ ചെന്ന് അറിയുമ്പോൾ കിന്നരം വായിക്കാൻ വേണ്ടിയിട്ടാണ് ചെന്നത്. എന്തിനാണ് കിന്നരം വായിക്കുന്നത്? ശൗലിന്റെ മേൽ ദുരാത്മാവ് ഇളകുമ്പോൾ ശൗലിനെ ശാന്തമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പോവായിരുന്നെങ്കിൽ അന്ന് ദാവീദ് ചെയ്തുകൊണ്ടിരുന്നത് എന്തോന്നറിയാം, കിന്നരം വായിച്ച് ശൗല് ശാന്തമായി കഴിയുമ്പോൾ തിരിച്ച് പിന്നെ ആടിനെ മേയ്ക്കാൻ പോകും. പിന്നെ ഭൂതം ഇളകുമ്പോഴത്തേനും പിന്നെ വരും. ഇത് വന്നും പോയി നിന്നു. പക്ഷേ എങ്കിൽ ഗോലിയാത്തിനെ അടിച്ച് താഴെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനെ ശൗൽ എന്ത് ചെയ്തെന്ന് അറിയാം, ദാവീദിനെ സ്ഥിരമായിട്ട് കൊട്ടാരത്തിലേക്ക് ആക്കി. അവൻ ആ പെർമനന്റ് പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. അവിടെ നിന്നാണ് അവന് ഉയരാനുള്ളത്. കാരണം അന്നേരം ദാവീദ് വിചാരിച്ചുകൊണ്ടിരിക്കുക, ഞാൻ ഇവിടെ കിന്നരം വായിച്ചുകൊണ്ട് ഇരുന്നോളാം എന്ന് വിചാരിക്കുമായിരുന്നെങ്കിൽ ഒരു ഹല്ലേലൂയ സ്തോത്രം രാജകൊട്ടാരത്തിൽ ഒരു മ്യൂസീഷ്യനായി മാറിയാൻ ദാവീദ്. പക്ഷെ ദാവീദിന് അറിയായിരുന്നു എന്റെ മേലുള്ള വിളി കിന്നരം വായിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ല, ചിലതിനെ തകർക്കുവാനും ചില സ്ഥാനങ്ങൾ എനിക്ക് പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ ദിവസങ്ങൾ നിങ്ങളുടെ മേൽ വീണിരിക്കുന്ന അഭിഷേകത്തെ കൃത്യമായി നിങ്ങൾ തിരിച്ചറിയാൻ ഇടയാവട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ വീണിരിക്കുന്ന അഭിഷേകം ചുമ്മാ എന്തെങ്കിലുമൊക്കെ കാണിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല, ചിലതിനെ പിടിച്ചെടുക്കാനുള്ള അഭിഷേകമാണ്. ഹല്ലേലൂയ. ആ അഭിഷേകത്തെ നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഇന്ന് ഹല്ലേലൂയ ശക്തമായി നിങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങളുടെ ഉപവാസങ്ങൾ ഹല്ലേലൂയ എന്തായി തീരണം? ഹല്ലേലൂയ ഭൗതിക വിഷയങ്ങൾക്ക് വേണ്ടിയിട്ടാവല്ലേ. ഹല്ലേലൂയ. നിങ്ങളുടെ ഉപവാസങ്ങൾ ഈ ദിവസങ്ങൾ ചില ആത്മീയ ഹല്ലേലൂയ വരങ്ങൾ പ്രാപിക്കുന്നതായി തീരട്ടെ. നിങ്ങളുടെ ഉപവാസങ്ങൾ ഹല്ലേലൂയ
ഹല്ലേലൂയ ഈ ദിവസങ്ങൾ ചില ആത്മീയ ആയുധങ്ങളെ കൈവരിക്കുന്നതായി തീരട്ടെ. നിങ്ങളുടെ ഉപവാസങ്ങൾ ഹല്ലേലൂയ ദേശങ്ങളെ കീഴടക്കുന്നതായി തീരട്ടെ. നിങ്ങളുടെ ഉപവാസങ്ങൾ ചില ആത്മാക്കളെ നേടുന്നതിന് വേണ്ടിയായി തീരട്ടെ. നിങ്ങളുടെ ഉപവാസങ്ങൾ ഹല്ലേലൂയ ഈ ദേശത്ത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ ഈ ദേശത്തെ പിടിച്ചെടുക്കുന്നതായി തീരട്ടെ. ഹല്ലേലൂയ റഗൽഖന ശൈരദാരകൾ കിയാരംദന വൈഡൽ ത്രിയാംദര ധീരത്വ ശൈരദാരകൾ അഗിയം തുലേ വൈഡൽ പ്രവാകരം കിയാരംദന ധീരത്വ ശൈരദാരക റഗൽ കിയാരംദന ദരക ശൈരദാരക ധീരത്വ ശംദന കിയാരംദരെ ധീരക റഗൽ കിയാരംദന വൈഡൽ പ്രവാകര കിയാരംദന ദരക ശൈരദാരക റഗ കിയാരംദരെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ റഗൽ കിയാരംദന ദാവീദ് ചെയ്ത ഒരു കാര്യമുണ്ട്. ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ത്തിട്ട് ചുമ്മാ പോലെ ചെയ്തത്, വാളെടുത്ത് അവന്റെ തലയാർത്തു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ വർഷങ്ങൾക്ക് ശേഷം ആ പാരമ്പര്യം ഹല്ലേലൂയ ആ ലീനേജിൽ വന്ന് യേശുക്രിസ്തു ചെയ്തതെന്താണ്? ക്രൂശിൽ ശത്രുവിന്റെ തല തകർക്കുകയാണ് ചെയ്തത്. ഹല്ലേലൂയ ഹല്ലേലൂയ ആ നിയോഗമാണ് ദാവീദിന്മേൽ തിരിച്ചു കിട്ടിയത്. ഹല്ലേലൂയ സാധാരണ അപ്പന്മാർ ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി കിട്ടും. ഹല്ലേലൂയ ഇവിടെ പക്ഷെ നേരെ തിരിച്ചാണ് യേശുവിന്റെ മേൽ ഹല്ലേലൂയ വെളിപ്പെടാനിരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അത് പൊരുളായിരുന്നെങ്കിൽ നിഴലായിട്ടാണ് ഹല്ലേലൂയ എന്താണ് ദാവീദ് ആ ശത്രുവിന്റെ തല വെട്ടിയെടുത്തത്. ഹല്ലേലൂയ സ്തോത്രം. ഈ ദിവസങ്ങളിൽ ശത്രുവിന്റെ തല തകർക്കുവാനുള്ള അഭിഷേകം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. വെറുതെ ശത്രുവിന്റെ തലോടി പോവാനല്ല ചെയ്യേണ്ടത്. വെറുതെ ശത്രുവിന്റെ വെറുതെ കുത്തി ഇക്കിളിപ്പെടുത്തുവല്ല ചെയ്യേണ്ടത്. അവന്റെ തലയെ തകർക്കുവാനുള്ള അഭിഷേകം ലഭിച്ചെന്നുള്ള ഉറപ്പ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ നമ്മുടെ വിഷയങ്ങളുടെ മുൻപാകെ ഹല്ലേലൂയ പ്രാർത്ഥിച്ച് ഹല്ലേലൂയ അവന്റെ തലയെ തകർക്കുവാനുള്ള നിയോഗം നമ്മൾ പ്രാപിച്ചെടുക്കട്ടെ. ഈ ദിവസങ്ങൾ ദേശത്ത് നമ്മൾ കീഴടക്കുന്നവരായി തീരട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. In the mighty name of Lord Jesus. പട്ടണം ഹല്ലേലൂയ കീഴടക്കുന്ന ഒരു ജനതയായി മാറട്ടെ. കോർണർസ്റ്റോൺ റിവൈവൽ ചർച്ച് ഹല്ലേലൂയ കോൾച്ചസ്റ്റർ പട്ടണത്തിന്മേൽ ജയമെടുക്കുന്ന ഹല്ലേലൂയ. ഓ റഗൽഖന റംദിയാഖനെ ധീരത്വ ശൈരദാരകളെ കിയാരംദന വൈഡൽ പ്രവാകര കിയാരംദരെ ധീരത്വ ശൈരദ റഗൽ കിയാരംദന ദരക ശൈരദാരക. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ ഈ ദിവസങ്ങൾ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യട്ടെ. ഹല്ലേലൂയ നമ്മളെ വിളിച്ച വിളി എന്തിനാന്ന് നമ്മളൊന്ന് തിരിച്ചറിയട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഇനി നമ്മൾ ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന വെക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഭൗതിക വിഷയത്തിന്മേൽ ആവല്ല്. നിങ്ങൾ വ്യക്തിപരമായ ഉപവാസം എടുക്കുന്നുണ്ടെങ്കിൽ ഭൗതിക വിഷയത്തിന് വേണ്ടി ആവല്ല്. ഹല്ലേലൂയ ചില ആത്മീയ നന്മകൾ കൊയ്തെടുക്കുന്ന ഹല്ലേലൂയ ഉപവാസമായി മാറട്ടെ നിങ്ങളുടെ. ഹല്ലേലൂയ സ്തോത്രം. ചില ആത്മീയ വരങ്ങൾ പ്രാപിക്കുന്ന ഉപവാസമായി തീരട്ടെ. നമ്മൾ ഹല്ലേലൂയ വാടകയ്ക്ക് പാസ്റ്റർമാരെ കൊണ്ടുവന്ന് പ്രവചനം കേൾക്കുന്ന പരിപാടി നിർത്തട്ടെ. ഹല്ലേലൂയ നമ്മുടെ സഭയിൽ പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. നമ്മുടെ സഭയിൽ ഹല്ലേലൂയ ഹീലിംഗ് ശുശ്രൂഷ ഹല്ലേലൂയ ഹീലിംഗ് മിനിസ്ട്രികൾ ഹല്ലേലൂയ വ്യക്തികൾ എഴുന്നേൽക്കട്ടെ. നമ്മുടെ സഭയിൽ ഹല്ലേലൂയ ഭൂതങ്ങളുടെ മേൽ ഹല്ലേലൂയ ഹല്ലേലൂയ കർത്തൃത്വം ചെയ്യുന്ന ഹല്ലേലൂയ ശുശ്രൂഷകന്മാർ എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ സഭയിൽ ഹല്ലേലൂയ മിഷണറിമാർ എഴുന്നേൽക്കട്ടെ. നമ്മുടെ സഭയിൽ ഇവാഞ്ചലിസ്റ്റ് എഴുന്നേൽക്കട്ടെ. ഹല്ലേലൂയ ലോകത്തെ കീഴടക്കുവാൻ ഹല്ലേലൂയ നമ്മുടെ സഭയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ ഹല്ലേലൂയ വ്യക്തികൾ ഇറങ്ങിത്തിരിക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ നിയോഗം അതായിരിക്കട്ടെ. നമ്മുടെ ലക്ഷ്യം അതായിരിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. ഹല്ലേലൂയ ഈ ദിവസങ്ങൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ, ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് കിട്ടിയ സമയത്തിൽ നിന്ന് ഹല്ലേലൂയ ഞാൻ വിരമിക്കുന്ന എനിക്ക് സമയം തന്ന ദൈവദാസനെ ഹല്ലേലൂയ നന്ദി പറഞ്ഞുകൊണ്ട് സ്ഥാനം